ഷാനെ ഇവളങ്ങ് ജയിച്ച് നിൽക്കുകയാണല്ലോടാ. നമ്മള് തിരിച്ചടിച്ചില്ല. അതാണ് 5 സുന്ദരികളുടെ വിജയം. തിരിച്ചടിക്കാൻ ഈസി അല്ലടാ, പക്ഷേ അതിനൊരു സുഖമല്ല. അടുത്ത ദിവസം അവള് അത് മറക്കും. അണ്ണനെ ചവിട്ടിക്കൂട്ടിയതിന്റെ പ്രതികാരം ചെയ്യണ്ടാണോ? അവള് മരണ്ട ചവിട്ടി കൂട്ടുന്നത് നീ കണ്ടാടാ. അണ്ണൻ തന്നെയല്ല അങ്ങനെ പറഞ്ഞത്. അടാ, എന്നെ കൈവച്ച പെമ്പുള്ളരാരും മര്യാദയ്ക്ക് ജീവിക്കൊള്ളാ. എവളെ സൂര്യമംഗലത്തെ ഈ നമ്പൂരിക്കുട്ടീനെ എനിക്ക് വേണോടാ. അണ്ണൻ വെറുതെ കല്യാണം കഴിക്കാൻ ആലോചിക്കുവാണോ? എവളെ ഞാൻ കല്യാണം കഴിക്കാണ്? അതിനുള്ള എന്ത് യോഗ്യതയുടെ അവക്കുള്ളത്? പിന്നെ അണ്ണന്റെ യോഗ്യത ഭയങ്കരമാണല്ലോ. അല്ല, പിന്നെന്തിനാ അണ്ണൻ ഇവിടെ വേണമെന്ന് പറഞ്ഞത്? അണ്ണൻ ഇവളില് എന്തെങ്കിലും മോഹമുണ്ടോ? ഇവളുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചിട്ടല്ലടാ ഇവളെ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത്. പ്രതികാരം ചെയ്യാൻ. ഈ വൃന്ദയുടെ അടുത്ത് എനിക്ക് പ്രതികാരം ചെയ്യണോടാ. അവളുടെ മുത്തച്ഛനെ തല്ലിയതിന് കൂട്ടുകാരെയും വിളിച്ചോണ്ട് വന്ന് എന്നെ തല്ലാൻ അവളാണ് മുന്നിൽ നിന്നത്. ആ സമയത്ത് അവള് പറഞ്ഞതും ചെയ്തതും ഒന്നും മറക്കൂലടാ ഞാൻ. അവളെന്നെ അപമാനിച്ച് ആ അപമാനത്തിന് പകരം വീട്ടണമെങ്കിൽ അവളുടെ മാനം പോണം. അവളുടെ മാനം നശിക്കണം. നശിപ്പിക്കും ഞാൻ. അതോടെ അവളുടെ ജീവിതവും തകരും. ഒരുത്തനും അവളെ വിവാഹം കഴിക്കൂല. ആ സാഹചര്യം അവൾക്കുണ്ടാവും. രുദ്രനെ അപമാനിച്ചതിന് ജീവിതകാലം മുഴുവനും അവള് ദുഃഖിച്ച് 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 കഴിയും. അണ്ണന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പക്ഷേ അണ്ണൻ കരുതുന്ന പോലെ ഒരുത്തിയല്ല വൃന്ദ. തീപ്പൊരിയാണ് അവള്. തൊട്ടാലേ കൈപൊള്ളും. ആ തീപ്പൊരി ഞാൻ എടുത്തും. അതിന് ഹോസ്റ്റലിനകത്ത് നമുക്ക് സഹായം കിട്ടണം. അല്ലത് എങ്ങനെ നടക്കണ? ഞാൻ നടത്തൂടാ. വൃന്ദ എസ് അയ്യർ, ഞാൻ നിന്നെ സ്കെച്ചിട്ട് കഴിഞ്ഞടി മോളെ. വണ്ടി നിന്നു പോയല്ലോ. വണ്ടി പതിവായിട്ട് ഓഫായി പോവാണല്ലോ. ദൈവമേ, പണി കിട്ടിയോ? ഇവിടെ ഇന്ന് സഹായത്തിന് ആരുമില്ലല്ലോ. നേരെ ഇരട്ടി വിജനാവുന്ന റോഡാ. കിരണിനെ വിളിക്കാം. കോളും കണക്ട് ആവുന്നില്ലല്ലോ. ഇത് റേഞ്ച് ഇല്ലാത്ത ഏരിയ ആണോ? ഹലോ ഹലോ, കോള് പോകുന്നില്ലല്ലോ. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? സഹായത്തിനെങ്കിലും ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ. ഞാൻ മതിയോ? എടാ, അല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ വണ്ടിയിലില്ലായിരുന്നല്ലോ. ഞാനില്ലായിരുന്നു, ഇപ്പഴാ വന്ന്. നീ നല്ല ആളാ. നിന്നോട് വണ്ടി ഇരിക്കാൻ പറഞ്ഞിട്ട് എവിടെ പോയതായിരുന്നു? നീ വണ്ടി തന്നെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് മനയിൽ പോവാൻ ഇറങ്ങിയത്. നീ ഇപ്പൊ തനിച്ച് മനയിലേക്ക് പോകുന്ന എന്തിനാ? മുത്തശ്ശന്റെ ഡെയിലി മെഡിസിൻസ് എടുത്തോണ്ട് വരാനേ ഓപ്പോള് മറന്നു. അത് എടുക്കാനായിട്ട് പോവാ. നീ എവിടെ പോയിരുന്നു? ഞാൻ എവിടെയും പോയില്ലായിരുന്നു. അവിടെ ഒരു കോഫി കുടിച്ചോണ്ട് നിന്നപ്പോഴാ താൻ തനിയെ വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട്. തന്നെ കാണാത്തതുകൊണ്ട് തിരക്ക് ഞാൻ വന്നതാ.
അതെ, താനിങ്ങനെ തനിച്ചിറങ്ങി നടക്കരുത്. ഇതെന്റെ നാടല്ലേ, ഇവിടെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ചില സമയത്ത് ചിലരെ താൻ പേടിക്കേണ്ടി വരും. അത് വിട്, ഞാനേ വണ്ടിക്ക് എന്താ കുഴപ്പം നോക്കട്ടെ. അല്ല, ഞാൻ ആരെ പേടിക്കണമെന്നാ നീ പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായില്ല. മുത്തശ്ശന്റെ ആവശ്യങ്ങളായിട്ട് ഇറങ്ങിയതല്ലേ, ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തിരിച്ചെത്തണ്ടേ? ഞാനിതൊന്ന് ശരിയാക്കട്ടെ.